ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു കിടിലൻ വ്ളോഗ് ചെയ്യണം എന്നൊരു പ്ലാനിങ്ങിലാണ് ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നത്. നമ്മുടെ ഒപ്പം രേവന്ത് ഉണ്ട്, ദ സുൽത്താൻ ഓഫ് സുൽത്താൻ ബത്തേരി. അത്രയ്ക്ക് ഇന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് വൈശാഖിൻ്റെ കല്യാണമാണ്. വൈശാഖിൻ്റെയും വിസ്മയുടെയും കല്യാണമാണ്. സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അവനും ഒരാളും കൂടി വരാണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നൺ അതർ ദാൻ അവർ ഓൺ രവി. അപ്പോൾ അവനെ നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ കല്യാണ ചെക്കനെ കാണാൻ പോവാം, ഇഡ്ഡലിയും ചായയും കഴിക്കാം. അതാണ് മെയിൻ. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളും നന്നാക്കിയെങ്കിലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അടിമുടി മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടേജ്? ഗുരുവായൂർ അമ്പലം താടിക്കാരൻ വരുന്നുണ്ട്. തിളങ്ങണ പച്ച ഷർട്ട് ഇട്ടിട്ടാണ് നമ്മുടെ രവി ബായിയുടെ വരവ്. ഡോർ തുറന്നകത്തേക്ക് കയറി. ഇനി 1.5 മാസം കഴിഞ്ഞ ഇവന്റെ കല്യാണമാണ്. അത് ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങൂല കേട്ടോ. അത് നമ്മളൊരു സീരീസ് തന്നെ ചെയ്യും. ഏറ്റവും കൂടുതൽ എനിക്ക് അത് മറക്കാൻ പറ്റാത്ത കാര്യം വേറെ എന്തെങ്കിലും അതൊക്കെ ഓക്കെ. എനിക്കും മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. എന്താ മറക്കാൻ പറ്റാത്ത? ഞാനും കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തും. വേണോ? എന്താ മറൈൻ ഡ്രൈവ് രവി? നിന്റെ കുറച്ച് കാര്യങ്ങൾ. എനിക്കൊരു സത്യങ്ങളും ഇല്ല. എൻഗേജ്മെന്റിന് വ്ളോഗ് എടുക്കാൻ പാടില്ല പറഞ്ഞു. കല്യാണത്തിന് ഒരു ചെറിയ വ്ളോഗ് എടുക്കാം കേട്ടോ. ആയിക്കോട്ടെ. ഇനിയില്ല. എവിടെ നിന്റെ കണ്ണാടി? ബാഗില. ഓക്കെ, അത് നമുക്ക് പിന്നീട് കാണിക്കാം. രവി ഇപ്പോൾ ഹൈ ലെവൽ ആളാണ്. അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടോ? എൻഗേജ്മെന്റ് കഴിഞ്ഞു. ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് മറൈൻ ഡ്രൈവിൽ വർക്ക് ചെയ്യാം. വെരി ഗുഡ്. മറൈൻ ഡ്രൈവിന് എന്നെ ടെക്നിക്ക് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാനടുത്ത് മറൈൻ ഡ്രൈവിൽ വെറുതെ ടെക്നിക്കൽ സപ്പോർട്ട്. ഞാൻ അവിടെ കൊടയായിട്ട് കുറെ പേര് തിരിഞ്ഞിരിപ്പുണ്ടേ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് പുള്ളി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ്. ഒരു ചാനലിൽ തന്നെ കുറിച്ച് ഒരു പരാമർശം കണ്ടല്ലോ. എന്താണ് തികച്ചും വ്യാജമായ പരാമർശം. തികച്ചും വ്യാജമായതാ. മറൈൻ ഡ്രൈവിൽ താങ്കൾ തൊപ്പി വിൽക്കുന്നു, കൊട വിൽക്കുന്നു എന്നൊക്കെ കേട്ടു. തൊപ്പിയും കൊടയൊന്നും വിൽക്കുന്നില്ല. മറൈൻ ഡ്രൈവിലെ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ മിസ്റ്റർ രവി. അതെ, നമ്മുടെ കല്യാണ സെക്കൻഡ് കാറ് നമ്മുടെ റോഡല്ലേ, സ്വാഭാവികം. നന്നായി കഴുകി കൊടുന്നാലും ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ ചളിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് കഴുകി എടുക്കുകയാണ് നമ്മുടെ രേവന്ത്. വൈശാഖിൻ്റെ കാർ സെലക്ഷൻ കൊള്ളാം. താറ് നല്ല അടിപൊളിയായിരിക്കും അവിടെ വന്നിറങ്ങുമ്പോഴേ. ഇതിനിടയിൽ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും കയറ്റിയിട്ടോ. അത് പിന്നെ കല്യാണ വീട്ടിലെ ഒരു ക്ലീഷേ ഷോട്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കല്യാണം നടക്കുന്നത് വിസ്മയുടെ കുടുംബക്ഷേത്രത്തിലാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിലും. ഇതാണ് രവിയുടെ ക്യാമറയ്ക്കുള്ള സ്പെക്സ്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആളുകളുടെ നാച്ചുറൽ എക്സ്പ്രഷൻ കിട്ടും. അതിന് സംഭവം കൊള്ളാം. എടാ, ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? ഫയർലെൻസ് AI. അതെ, അതന്നെ. അത് ഞാൻ വണ്ടി വിളിച്ച്. ഇപ്പോൾ കാണാനുണ്ടോ? ഓക്കെ. അപ്പോൾ നോർമൽ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഓക്കെ ഫോട്ടോ വന്നു. ടെക്നോളജിയുടെ ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ വീഡിയോവും. വീടിനകത്ത് ദക്ഷിണ കൊടുക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങാനും ദക്ഷിണ നമുക്കും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് രവിയും ഞാനും ഇവിടെ തന്നെ ഉണ്ട്. വൈശാഖിൻ്റെ അനിയൻ അശോക് ബ്ലോഗിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം മറിച്ച് പോകുന്നുണ്ട്. ഇനി നമ്മൾ ഇറങ്ങുകയാണ്. കല്യാണം നടക്കുന്ന ക്ഷേത്രത്തിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മുടെ ഗ്യാങ്ങിൽ ഒരാൾ കൂടി വിവാഹിതനായി. ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഇനി അടുത്ത വീണ്ടും ഉത്തരമുട്ടി. അടുത്ത നമ്മൾ ചോദിച്ചതിന് മറുപടി ഇല്ല. അപ്പൊ അത് നടന്നു. അടുത്ത മാൻ
ഇവരെല്ലാരും കെട്ടിച്ചു വിട്ടതിന് ശേഷം മാത്രമേ ഞാൻ കെട്ടുവെക്കുള്ളൂ. എന്തോ ഒരു ഡയലോഗ് പറയാൻ വന്നു, അല്ലാണ്ട് പെണ്ണ് കിട്ടാനിട്ടല്ല. അല്ല, ഞാൻ പറയുന്നില്ല, അത് ഞാൻ വിഴുങ്ങി. അത് ഞാൻ തന്നെ പറഞ്ഞു. അല്ല, അതല്ല ഡയലോഗ് പറയാൻ വന്നത്, ഞാൻ പക്ഷെ അത് വിഴുങ്ങി. ഓക്കെ. അവിടുന്ന് നമ്മൾ വണ്ടിയെടുത്ത് നേരെ മോഹനം ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ്. ചെറുപ്പത്തിൽ ഏതൊക്കെയോ കല്യാണങ്ങൾ ഞാൻ ഇവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബൈജാൻ്റെ കല്യാണവും അതേ ഓഡിറ്റോറിയത്തിൽ തന്നെ കൂടുന്നു. ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേജ് ഈസ് സെറ്റ് ഫോർ ബ്രൈഡ് ആൻഡ് ഗ്രൂം. അങ്ങനെ അമ്പലത്തിലെ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് വൈശാഖും വിസ്മയും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വൈശാഖ് കുറച്ച് സമയം നമ്മളോടൊപ്പം വന്നു. പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിലെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ഒരു കല്യാണച്ചക്കന് ഇത്രയും ബിസി ഇല്ലാണ്ട് കിട്ടുന്നത്. രേവന്ത് എന്നൊക്കെ പറഞ്ഞാൽ മാരക തിരക്കായിരുന്നു. രേവന്തിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കല്യാണം മതി. ഡയലോഗ് പോയി എന്തോ വലിയൊരു കൈ എന്ന് പറയാൻ എല്ലാം പറഞ്ഞു. പെണ്ണ് സാരി മാറ്റാൻ പോകുന്ന ഗ്യാപ്പിൽ ചെക്കനെ ഞങ്ങൾ പൊക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ചെറുക്കൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വിട്ട് കിട്ടണമെങ്കിൽ അവരറിയാം. പിന്നെ ജീവിതം വൈശാഖിന്റെ ഒരു ഡാൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ നടന്നില്ല. ഇനി നമുക്ക് ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന പുലിവാൽ മീഡിയയിലെ നാസറൊക്കെയാണ് ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം മുണ്ടക്കോട്ട് കൃഷിക്കാരനാണ്. വധൂവരന്മാരെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ചതിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടി. ആൾ നല്ലൊരു മനുഷ്യനാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൾ. അപ്പോൾ തിരക്കാവുന്നതിന് മുന്നേ ഒന്ന് സ്റ്റേജിൽ കയറിയേക്കാം. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് നമ്മുടെ പ്രേക്ഷകർക്കൊരു ഹാപ്പി മാരീഡ് ലൈഫ് കൊടുക്ക്. അതിപ്പോൾ തന്നെ പൊളിച്ചോക്കണം കേട്ടോ. പൊളിച്ചോക്ക്. നമുക്ക് സമയം കളയാണ്ട് സദ്യ കഴിക്കാൻ പോകും. സത്യസന്ധമായി പറയുകയാണെങ്കിൽ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 2 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നും ആയിട്ടില്ല. എന്നാലും സദ്യ ഉണ്ടേക്കാം. അപ്പം ചോറും സാമ്പാറും പപ്പടവും പിന്നെ എല്ലാ കൂട്ടുകറികളും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. പിന്നെ അവസാനം പായസവും. അങ്ങനെ പേടിക്കണ്ട, അവൻ ഫ്രോൺസ് ഓടിക്കുന്നവനല്ലേ. അങ്ങനെ എൻ്റെ വണ്ടിയിൽ ഞാൻ കുറേ കാലത്തിന് ശേഷം കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മെല്ലെ സൈഡ് നോക്കണേ. ഫ്രോൺസിൽ നിന്നും വാഗണറിലേക്ക് കൊട്ടാരത്തിലേക്ക്. എവിടെ രവി കാണാൻ തന്നെ ഇല്ലല്ലോ. ഇവിടെ ഉണ്ടോ? എന്താ ഒളിച്ചിരിക്കണേ? അങ്ങനെ നമ്മൾ വൈശാഖിൻ്റെ കല്യാണമൊക്കെ കൂടി ഉഷാറായി. ഇനിയിപ്പോൾ സദ്യയൊക്കെ നന്നായിരുന്നല്ലേ? സദ്യയൊക്കെ നല്ല വയസ്സൊക്കെ പിടിച്ച് ഒന്ന് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം റിസപ്ഷനും കൂടിയും പോവാം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് വണ്ടി നൈസാണ്. ഓക്കെ. ഇത് ഇവൻ്റെ കല്യാണ വ്ളോഗ്, വൈശാഖിൻ്റെ കല്യാണ വ്ളോഗ് എന്ന് മാറി ഒരു ഫുഡ് വ്ളോഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ചെറിയ എടുത്തോട്ടെ. എങ്ങനെയുണ്ട്? വേണ്ട, നമ്മുടെ അടുത്ത സാധനം വരട്ടെ എന്നിട്ട് നോക്കാം. അതാണ് ടബക്ക് സ്പെഷ്യൽ ഡിഷ് ബൈ രവി. ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു. ഡിഷ് ബൈ രവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉണ്ടാക്കിയെന്നല്ലേ? അവക്കാഡോ ടേസ്റ്റ് അങ്ങോട്ട് എത്തട്ടെ. അപ്പോഴേക്കും അവക്കാഡോ ഇത് കൊള്ളാം. താങ്ക് യു. ബുർഗെല്ലാം
ടേസ്റ്റ് വായിലേക്ക് ഇതെന്താണ് ബുർജ് അൽ അറബ്. മൂന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെ? മാംഗോ, സ്ട്രോബെറി, ഉണ്ടോ? ശരിയാ, 3 ടേസ്റ്റ് വരുന്നത്. ഏതൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് വിളിച്ച അതാണ്. പക്ഷെ മാംഗോ കൂടുതൽ വരുന്നു. മാംഗോ അടിയിലായിരുന്നു. മാംഗോ വെച്ചോണ്ടിരിക്കുന്നത്. ശരിയാ. പക്ഷേ നീ പറഞ്ഞ പോലെ മാംഗോ ഓർഡർ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, കുറച്ച് കഴിഞ്ഞ് മാറും. കുറച്ച് മാംഗോ തീരുമ്പോൾ സ്ട്രോബെറി ആവും. ഇല്ല, സ്ട്രോബെറി. ഇത് കഴിച്ച് നോക്കി നോക്കും. ഇത് സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി. ഇത് ബുർജ് അൽ അറബ്. ഇതിൽ ഡോമിനേഷൻ സ്ട്രോബെറിക്കാണ്. അല്ല, കുറച്ച് കഴിഞ്ഞ് മാറൂടാ. കുറച്ച് കഴിഞ്ഞ് അവക്കാടോ. ഇത് പക്ഷേ എനിക്ക് അപ്പാനും പിടിച്ചില്ല. ഇതിപ്പോൾ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? നല്ല ഐസ്ക്രീം കിട്ടുള്ളൂ. നേരത്തെ മാത്രം കൂടി ഇങ്ങനെ വെച്ചിട്ട് നല്ല ഇതിന് സ്പൂൺ ഉണ്ടായില്ല. വേറെ അതാണല്ലോ ഇത്. സ്പൂണ് കഴിച്ചോ? ഫ്രൂട്ട് സലാഡിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് ഈ പറഞ്ഞ ബുർജ് ഖലീഫയിൽ, എന്താണ് ബുർജ് ഖലീഫല്ല, ബുർജ് അൽ അറബ്, ബുർജ് അൽ അറബിൽ ബുർജ് അൽ അറബിൽ ചേർത്ത് ഒരു പിടി പിടിച്ച് നോക്കട്ടെ. നന്നായാൽ ചിലപ്പോൾ ഈ കോമ്പിനേഷൻ വർക്കൗട്ടായാൽ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. വീട്ടിലുണ്ടാക്കി നോക്കുമല്ലേ? ഇത് കൊള്ളാം. ഈ ഫ്രൂട്ട്സിൻ്റെ ഗുണം കൊണ്ട് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടു. എന്നോടുകൂടിയും രവിയുടെ ഈ തബാകത്താണ് ഹൈലൈറ്റ് ആയിട്ട്. ഇതൊരു കല്യാണ വ്ളോഗായിട്ട് തുടങ്ങിയിട്ട് ഒരു ഫുഡ് വ്ളോഗായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഇനിയും വലിച്ചു നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ വേറെ വ്ളോഗ് ആക്കണമല്ലേ? അല്ല, വേണ്ട, എത്രയൊക്കെ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അടിക്കുക. ഞാനിതൊന്ന് കുടിച്ച് തീർക്കട്ടെ. ഉടനെ തന്നെ മറ്റൊരു വ്ളോഗുമായി വരാം.